ഒരു അസറിന്റെ ടൈമിന് ആർത്തവം നിലച്ചാൽ കുളിച്ചിട്ട് ആ അസർ നിസ്കരിക്കണം, ലോറുംപാട് എന്താക്കണം, നിസ്കരിക്കണം. ഇഷാന്റെ സമയത്താണ് ആർത്തവം അവസാനിച്ചതെങ്കിൽ ഇഷ നിസ്കരിക്കണം, മാരിബും എന്താക്കണം, മുമ്പുള്ള മാരിബും നിസ്കരിക്കണം. ഈ മസല ഭാര്യ ആദ്യമായിട്ട് കേട്ടതാണ് ഇന്നലെ മിഞ്ഞാന്നത്തെ. ഇതുവരെ ഓൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഓൾ അസറേ നിസ്കരിച്ചിട്ടുള്ളൂ. ആ ഇഷ എന്താക്കിയിട്ടുള്ളൂ, മുമ്പുള്ള നിസ്കാരം എന്തായിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അതിന്റെ വസ്തുത എന്താണ്? ഇനി അതൊക്കെ പാടെ പോലുണ്ടുള്ള അച്ഛന് പോവാണ്, അച്ഛനോടനും വിട്ട് ഇനിയിപ്പോ ഇതൊക്കെ പാടെ കഥ കൂട്ടാനായിട്ട് കഴിയൂല. ഇതൊക്കെയാണ് ചോദ്യം. നല്ല ചോദ്യമല്ലേ? അപ്പൊ മസല അങ്ങനെ തന്നെയാണുള്ളത്. അസറിന്റെ സമയത്ത് ഒരു പെണ്ണിന് ആർത്തവം അവസാനിച്ചാൽ അസർ മാത്രമല്ല ളുഹറുംപാട് എന്താകും. ഇഷാന്റെ സമയത്ത് ആർത്തവം അവസാനിച്ചാൽ ആ ഇഷ മാത്രമല്ല മാരിബുംപാട് എന്താവും. എന്തുകൊണ്ട്? എന്നാ അതേ സ്ഥാനത്ത് മഗ്രിബിന്റെ സമയത്താണ് ഒരു പെണ്ണിന് മഗ്രിബാൻ കൊടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണിന്റെ ആർത്തവം അവസാനിച്ച് നോക്കും മഗ്രിബേ നിർബന്ധമുള്ളൂ. ഏത് നിർബന്ധമാണില്ല? അസർ. എന്താ വ്യത്യാസം കോയമോ? അതൊന്നുമല്ല, ജമ്മു കസറാണ്. അതായത് അസറിന്റെ ടൈം വാസ്തവത്തിൽ അസറിന്റെ ഒറ്റക്കൽ ടൈമല്ല, ളുഹറിന്റെ പാടെ ടൈമാണ്. ശരിക്കും ഇങ്ങനെ പറയണ്ടത്, അസറിന്റെ ടൈം എന്നുള്ളത് അസറിന്റെ മാത്രം കുത്തകയല്ല, ആരതും പാടെയാണ്. നമ്മൾ അസറിന്റെ ടൈമിൽ ളുഹർ നിസ്കരിക്കലില്ലേ? എങ്ങനെ? പണിക്ക് പോയെന്നുകൊണ്ടുള്ള നിസ്കാരമാണോ? അല്ല, യാത്രക്കാരൻ ജമ്മു ആക്കുമ്പോൾ ഓന് ളുഹറിന്റെയും അസറിന്റെയും ടൈം, അസറിൽ ളുഹറും നിസ്കരിക്കാം, അസറും നിസ്കരിക്കാം. എന്നിട്ട് ഓന്റെ ളുഹറിൽ അസറും എന്താക്കാം. അതാണ് കേസ്. മനസ്സിലായോ? യാത്രക്കാരന് ഇഷാന്റെ ടൈമിന് ഏത് നിസ്കരിക്കാം, മഗ്രിബും. അപ്പം മഗ്രിബിന്റെ ടൈമും കൂടിയാണ് സുബഹി വരെ ഉള്ളത്. ആരൊറ്റക്കല്ല. മഗ്രിബിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റൂല. മഗ്രിബിന്റെ അസറിന്റെ പാടെ ടൈമാന്ന്. നമ്മൾ ചിലതൊക്കെ അസറും മഗ്രിബിന്റെ ടൈമിൽ നിസ്കരിക്കലുണ്ട്, അത് കാര്യം പറയേ, അത് അടിയിട്ട് നിസ്കാരമാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം, സ്ത്രീകളൊക്കെ കേൾക്കും. ജേരുസാ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇത് വേണമെങ്കിൽ വിട്ടെടുത്തോളി. ഈ അസറിന്റെ ടൈമിന് ആർത്തവം നിലക്കുക എന്ന് പറഞ്ഞാല് 5 മണിക്കും 5:30 ഒന്നും വേണ്ട. മഗ്രിബ് ബാങ്ക് എപ്പോഴാ? 6:40 ആർത്തവം നിലച്ചാൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയം കിട്ടിയാൽ മതി. ആ വക്തിന് അസർ നിസ്കരിക്കാനുള്ള ടൈമൊന്നും കിട്ടണ്ട. അസറിന്റെ ടൈമിൽ ഒന്നൊരു അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള ടൈം കിട്ടിയാൽ തന്നെ ആ അസർ നിർബന്ധമാവും, അതിന് മുമ്പുള്ള തോറും നിർബന്ധമാവും. കള്ളാ അല്ലാതെ മഗ്രിബിന്റെ മുമ്പ് നിസ്കരിക്കൊന്നും വേണ്ട. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ തക്ബീർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ നിസ്കരിക്കാൻ സമയം കിട്ടിയാൽ നിസ്കരിക്കണം. 5:30 6 മണിക്കോ ഒക്കെ ആണെങ്കിൽ മഗ്രിബിന് നിസ്കരിക്കണം. മഗ്രിബിന്റെ മുമ്പ് ഒരു തക്ബീറത്തുൽ കിട്ടാൻ സമയം കിട്ടിയാൽ തന്നെ അസർ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആ അസർ ഓല് കളവ് കിട്ടാണ്. ഓലെ മേലത് ബാധ്യതയായി. മഗ്രിബ് ബാങ്ക് കൊടുത്തിട്ടല്ലേ കഴിയുള്ളൂ. എന്നാലും നിർബന്ധമായിക്കണേന്ന് ളുഹർ നിസ്കരിക്കണം. കാരണം അസറിന്റെ ടൈം കിട്ടിയാൽ അസർ നിസ്കരിക്കണം. ആ അസറിന്റെ ടൈം കിട്ടുക പറഞ്ഞാൽ ഒരു തക്ബീർ കെട്ടാനുള്ള ടൈം കിട്ടിയാൽ തന്നെ അത് കിട്ടിയെന്നാണ് പറയാം. കലാ കൂട്ടുമ്പോഴും അതാ കൂട്ടുമ്പോഴും കല ആണ് അതാ ആണ് ഒന്നും നീയത്തെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സുന്നത്താണ്. ചിലരൊക്കെ ഇപ്പൊ ചോദിപ്പോ അതാത് നോക്കണോ കലാന്ന് നോക്കണോ, കല ആയും തോന്നണം. സുബയൊക്കെ നിസ്കാരത്തിൽ ഞാൻ സുബൈ എന്ന ഫർള് നിസ്കരിക്കുന്നു കരുതല് നിർബന്ധമുള്ളൂ. ഇമാമോട് കൂടെയാണെങ്കിൽ അതും കരുതുക. അത് കിബിലക്ക് മുന്നിട്ട് 2 റക്അത്തായിട്ട് അതാ ആയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറയലൊക്കെ എത്രയേ ഉള്ളൂ, സുന്നത്തേ ഉള്ളൂ. ആ മസലേക്ക് നമ്മൾ തിരിഞ്ഞാൽ അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ കുട്ടി ചോദിച്ച ഒരു ചോദ്യം ഞങ്ങളോട് പറഞ്ഞതാണ്. സ്ത്രീകൾക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് ഓന്റെ വൈഫ് പറഞ്ഞ പോലെ അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഓനും ആദ്യമായിട്ട് കേൾക്കുകയാണ്.